പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാനൊരുങ്ങിയ അർജന്റീനയ്ക്ക് ജീവൻ നീട്ടി നൽകിയ നായകൻ ലിയോണൽ മെസ്സിയാണ്. ഗോൾ അടിച്ചും അടുപ്പിച്ചും മെസ്സി തിളങ്ങിയതോടെ അർജന്റീന കിരീടത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം അസിസ്റ്റ് നൽകുന്ന താരമായും മെസ്സി മാറി. തൊട്ടതെല്ലാം അമ്പേ പിഴച്ചൊരു രാത്രി. എന്നും ചങ്ങാത്തം കൂടിയിരുന്ന പന്തിന് അയാളോടെന്തോ പിണക്കമുള്ളതുപോലെ. 12 അടി അകലെ നിന്ന് തൊടുത്തപ്പോൾ വലയിലേക്ക് കയറില്ലെന്ന് ശാഠ്യം പിടിച്ചു. കുറച്ചുകൂടി പിന്നിൽ നിന്ന് കറക്കിയടിച്ചപ്പോളാകട്ടെ പോസ്റ്റിലിടിച്ചു മടങ്ങി. പലപ്പോഴും കാലിൽ നിന്ന് ചരട് പൊട്ടിച്ച് പലയിടത്തേക്കും പോയി. സമയം അവസാനിക്കാറായിരിക്കുന്നു. ഇനി 12 മിനിറ്റേയുള്ളൂ. 4 വർഷമായി കൊത്തിക്കീറാൻ ഒന്നും കിട്ടാതിരുന്ന കഴുകന്മാർ അയാൾക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു തുടങ്ങി. അവനെ ഹൃദയത്തിലേറ്റിയവരുടെ ഉള്ളിൽ 10 വർഷം മുൻപ് അവൻ തേങ്ങിക്കരഞ്ഞ ആ കറുത്ത കോപ്പാര വിരച്ചെത്തി. ഇല്ല, അങ്ങോട്ടേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഇടംകാലിൽ ആരും കാണാതെ ഇനിയും ഒളിപ്പിച്ചു വെച്ചതിലൊരംശം ലിയോ പുറത്തെടുത്തു. ഇനി ഈ കളിയുടെ വിധി താൻ ഒറ്റയ്ക്ക് തീർപ്പാക്കുമെന്ന് മെസ്സി ഉറപ്പിച്ചു. മൈതാനത്തിന്റെ വലതുവശത്ത് നിലയുറപ്പിച്ച് പന്തിനെ അടക്കി നിർത്തി. ഇടംകാലുകൊണ്ട് ബോക്സിലേക്ക് താണിറങ്ങുന്ന തരത്തിൽ ഉയർത്തി നൽകി. റൊമേറോയുടെ തലയിൽ നിന്ന് ആദ്യ ഗോൾ വിരിഞ്ഞു. നിരാശയും ആശങ്കയും കൊണ്ട് ഇരുട്ടുമൂടിയ ആൽബിസലശകളുടെ കണ്ണിൽ പ്രതീക്ഷയുടെ നേരിയ വെട്ടം. 4 മിനിറ്റപ്പുറം ആ വെട്ടം 1000 മടങ്ങ് ഉയർത്തി പന്ത് വീണ്ടും ഗോൾ വര കടന്നു. ആരുടെ കാലുകളിൽ നിന്നാണെന്ന് പറയേണ്ടതില്ലല്ലോ, അവനല്ലാതെ മറ്റാര്? 3ാം ഗോളിലേക്കുള്ള നീക്കത്തിൽ ഒഴിഞ്ഞു നിന്ന ലൗതാരോ മാർട്ടിനസിന് പന്ത് നൽകാൻ കൈകൊണ്ട് ചൂണ്ടിക്കാട്ടിയതും മെസ്സി തന്നെ. കളത്തിനുള്ളിൽ ആരെപ്പോൾ എവിടെയുണ്ടാകുമെന്ന് അയാൾക്ക് നന്നായി അറിയാം. ലോകാത്ഭുതങ്ങളിൽ ഒന്നിന്റെ നാട്ടിൽ നിന്നെത്തിയവർ കാൽപന്ത് കളിയിലെ മഹാത്ഭുതത്തിനു മുന്നിൽ വണങ്ങി നിന്നു. വിരോധം മൂത്ത് അന്ധരായവരോടാണ്. നിങ്ങൾ എറിയാനൊരുക്കി വെച്ച കല്ലുകൾ ഒളിപ്പിച്ചേക്കുക. തോൽവി മുന്നിൽ കാണുമ്പോൾ തലകുനിച്ചു മടങ്ങിയിരുന്ന ആ കാലം പണ്ടേ കഴിഞ്ഞതാണ്. അയാളുടെ കണ്ണുനീർ കണ്ടേ അടങ്ങുകയുള്ളൂ എന്നാണെങ്കിൽ ഈ ആനന്ദാശ്രുക്കൾ കൊണ്ട് തൃപ്തരാവുക. മറ്റു മാർഗങ്ങളില്ല. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.